സോ ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ബാക്കി പാർട്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുവരെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജനറ്റിക്സ് വരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എവല്യൂഷൻ ആണ്. ഓക്കെ, എവല്യൂഷനും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എവല്യൂഷൻ നമുക്കറിയാം അല്ലേ, നമ്മൾ എങ്ങനെയാണ് പണ്ട് കാണുന്ന ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ ആയത് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ പഠനമാണ് ഏത് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എവല്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലൈഫ് അല്ലേ, ലൈഫിൻ്റെ ഒറിജിൻ എപ്പോഴായിരുന്നു? ഏകദേശം ഒരു 3.5 മില്യൺ ഇയേഴ്സ് എഗോ ആയിരുന്നു എന്ത് ലൈഫിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് സയൻറ്റിഫിക് അക്കൗണ്ട് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് വാസ് ഗിവൺ ബൈ ഒപ്പാരൻ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, റഷ്യൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒപ്പാരൻ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഒരു സയൻറ്റിഫിക് അക്കൗണ്ട് കൊടുത്തത്. എന്തിനെ കുറിച്ച്? ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് ആദ്യമായിട്ടൊരു സയൻറ്റിഫിക് അക്കൗണ്ട് കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഒപ്പാരൻ ആണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇത് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ, മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ അല്ലെ. നമുക്കറിയാം പണ്ടത്തെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, പിന്നെ ഏതാ ഉള്ളത്? മീത്തേൻ ഉണ്ട് അല്ലെ, അമോണിയ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ, ഇത്രയുമായിരുന്നു പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ലൈഫ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം inorganic substances by a series of complex reactions അല്ലെ. ഓൾറെഡി ബിലീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് ബിലീവ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് ഉണ്ടായത്? ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് അല്ലെ. സീരീസ് ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് എന്തുണ്ടായിരിക്കുന്നത്? ലൈഫ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതല്ലാതെ നിങ്ങളോട് എങ്ങനെയാണ് ലൈഫിൻ്റെ ഒറിജിൻ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വഴിയായിരുന്നു അങ്ങനൊന്നും ചോദിക്കില്ല. ഓക്കെ, പക്ഷേ ഇനി അഥവാ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഉരേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് 1953 സെറ്റ് എ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഓക്കെ, അതായത് ഉരേ ആൻഡ് മില്ലർ ഓക്കെ ഇവരുടെ എക്സ്പെരിമെന്റിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1953 നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ ആ കണ്ടീഷൻ ഇവർ എന്ത് ചെയ്തു? ഇവർ റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്തറിയാൻ വേണ്ടിയിട്ട്? ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഉരേ ആൻഡ് മില്ലേഴ്സ് എക്സ്പെരിമെന്റ് 1953 എന്ത് ചെയ്യുന്നത്? ഇറ്റ് സെറ്റ് എ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അല്ലെ. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്? ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഓർഗാനിക് എവല്യൂഷൻ അല്ലെ. ഓർഗാനിക് എവല്യൂഷൻ എന്താന്ന് നോക്കിയേ? ക്രിയേഷൻ ഓഫ് ന്യൂ ഓർഗാനിസം ബൈ ഗ്രാജുവൽ ചേഞ്ചസ് അല്ലെ. പതിയെ പതിയെ ഗ്രാജുവൽ ചേഞ്ചസ് വഴി പുതിയ പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പുതിയ പുതിയ ഓർഗാനിസംസ് ഗ്രാജുവൽ ചേഞ്ചസ് വഴിയാണ് ഉണ്ടായത് എന്നുള്ളതിന് എവിഡൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സർട്ടേൺ എവിഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അനാട്ടമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എവിഡൻസുകൾ ഏതൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ ആദ്യത്തെയാണ് ഹോമോലോഗസ് ഓർഗൻസ്. ഓക്കെ, ഈ ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്നറിയോ? സിമിലർ ഇൻ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ, ഡിസ്സിമിലർ ഇൻ ഫംഗ്ഷൻ. ഓക്കെ, എന്താ സംഭവം? സിമിലർ ആയിരിക്കും. ഓക്കെ, ബേസിക് സ്ട്രക്ചറിലാണെങ്കിലും ഒറിജിനിലാണെങ്കിലും ഒക്കെ എന്താണ്? സിമിലർ ആണ്. ഓക്കെ, ഒറിജിനിൽ സിമിലർ ആണ്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അവരുടെ സ്ട്രക്ചറും എങ്ങനെയാണ്? ഒരേപോലെയാണ് കാണാൻ. ഓക്കെ, പക്ഷേ എന്താണ്? ഡിസ്സിമിലർ ഇൻ ഫംഗ്ഷൻ. എന്തിൽ മാത്രമാണ് വ്യത്യാസം? ഫംഗ്ഷനിൽ മാത്രം വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പൊ മാനിന്റെ, അതുപോലെ ചീറ്റയുടെ, വെയിലിന്റെ, ബാറ്റിന്റെ ഇതിനൊക്കെ ലിംസ് നോക്കിയേ, അല്ലെങ്കിൽ കൈകൾ നോക്കിയേ. ഓക്കെ, ഇപ്പോൾ അവരുടെ ആണെങ്കിൽ ചിറ്റയുടെയൊക്കെ ആണെങ്കിൽ കാലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വെയിലിൻ്റെ ആണെങ്കിൽ ഈ പോർഷൻ അല്ലേ. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഒരേപോലെ ഉണ്ട് അല്ലെ. ഒരേപോലെ എന്തിലുണ്ട്? ബേസിക് സ്ട്രക്ചറും ഒറിജിനും ഒരുപോലെയാണ്, പക്ഷെ എന്താ? ഫംഗ്ഷൻ വ്യത്യാസമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻസിന്റെ ഹാൻഡ്, വിങ്സ് ഓഫ് ബാറ്റ്, അല്ലെങ്കിൽ കാറ്റിന്റെ പോ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചീറ്റയുടെ പോ. ഓക്കെ, ഫ്രണ്ട് ഫുട്ട് ഓഫ് ഹോഴ്സ്. ഇതൊക്കെ എങ്ങനെയാണ്? ഒരേപോലെയാണ് അതിന്റെ ബേസിക് സ്ട്രക്ചറും ഒറിജിനൊക്കെ, പക്ഷെ ഫംഗ്ഷൻ മാത്രം എന്താണ്? വ്യത്യാസമാണ് അല്ലെ. ഇപ്പോൾ വിങ്സ് യൂസ് ചെയ്തിട്ട് ബാറ്റ് പറക്കാൻ യൂസ് ചെയ്യുമ്പോൾ മാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ ഫംഗ്ഷൻ എല്ലാത്തിൻ്റെയും വ്യത്യാസമാണ്. അപ്പോൾ ഇത് എന്താ ഇവിടെ കാണിക്കുന്നത്? ഡൈവേർജന്റ് എവല്യൂഷൻ. എന്താ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് ഇത് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
എല്ലാവരും എന്താണ് ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് എന്നാ വന്നേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന അല്ലെ അവരുടെ ഓർഗൻസ് അവർ ഉപയോഗിക്കുന്ന രീതി മാറിപ്പോയിന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും എന്താണ് ഒരു കോമൺ ഒറിജിനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് ഏത് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. അതായത് ഈ പറയുന്ന പോലെ ക്രിയേഷൻ ഓഫ് ന്യൂ ഓർഗാനിസംസ് ബൈ ഗ്രാജുവൽ ചേഞ്ചസ് അല്ലെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അനലോഗസ് ഓർഗൻ അല്ലെങ്കിൽ ഹോമോപ്ലാസ്റ്റിക് ഓർഗൻ എന്ന് പറയും. ഓക്കെ, ഇവരെങ്ങനെയാണെന്നറിയോ? ദേ ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് ഫംഗ്ഷൻ. അവരുടെ ഷേപ്പും അതുപോലെ തന്നെ ഫംഗ്ഷനും എന്താണ് സിമിലർ ആണ്. ഓക്കെ, ദേ ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് ഫംഗ്ഷൻ. പക്ഷെ അവർ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഡിസിമിലർ ഇൻ ഒറിജിൻ ഒരേപോലെയല്ല. ഓക്കെ, ഒറിജിൻ ഒരേപോലെയല്ല, പക്ഷെ എന്താണ് ഫംഗ്ഷനും ഷേപ്പും ഒക്കെ സിമിലർ ആണ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ വിങ്സ് ഓഫ് ബേർഡ് അല്ലെ, അതെ സിമിലർ ആണ്. എന്ത് നമ്മുടെ ഫംഗ്ഷനും ഷേപ്പും സിമിലർ ആണ് അല്ലെ. ബാറ്റിന്റെ സിമിലർ ആണ് അല്ലെ, ബട്ടർഫ്ലൈയുടെ സിമിലർ ഫംഗ്ഷൻ ആണ്, ഇൻസെക്ട്സിന്റെ സിമിലർ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അതായത് എല്ലാ ഓർഗാനിസംസും ഒരു സിമിലർ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സിൽ നിന്നല്ല. ഓക്കെ, ആൻസിസ്റ്റേഴ്സിൽ നിന്നല്ല, അവരുടെ സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത് അവരെ ഒരേപോലെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് കൺവേർജന്റ് എവല്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ കിട്ടി, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് വെസ്റ്റീജിയൽ ഓർഗൻ. ഓക്കെ, വെസ്റ്റീജിയൽ ഓർഗൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോൺ ഫങ്ഷണൽ ഓർഗൻസ് വിച്ച് വേർ ഫങ്ഷണൽ ഏർലിയർ. അതായത് വെസ്റ്റീജിയൽ ഓർഗൻസിന് ഇപ്പോൾ ഒരു ഫംഗ്ഷനും ഇല്ല. ഓക്കെ, ഇപ്പൊ ആരുടെയൊക്കെ ബോഡിയിൽ വെസ്റ്റീജിയൽ ഓർഗൻസ് ഉണ്ടോ അതിനൊന്നും എന്താണ് ഒരു ഫംഗ്ഷനും ഇല്ല. പക്ഷേ മുൻകാലങ്ങളിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ ആ ഒരു സമയത്ത് എന്തായിരുന്നു അതിന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഏത് വെസ്റ്റീജിയൽ ഓർഗൻസ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 90 വെസ്റ്റീജിയൽ ഓർഗൻസ് ആണ് ഉള്ളത്. എത്ര എണ്ണം ഉണ്ട്? 90 വെസ്റ്റീജിയൽ ഓർഗൻസ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയാ നോക്കിയടാ? നോക്കുവാണെങ്കിൽ മസിൽസ് ഓഫ് പിന്ന അല്ലെ നമ്മുടെ ചെവിയുടെ. ഓക്കെ, കാനൈൻ ആൻഡ് തേർഡ് മോളാർ ടീത്ത്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ മോളാർ ടീത്ത് കാനൈൻ അല്ലെ. കാനൈൻ നമുക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാ? ടിയർ ചെയ്യാൻ അല്ലെ. പിന്നെ ബോഡി ഹെയേഴ്സ് നമുക്കിപ്പോ ആവശ്യമില്ല. വെർമിഫോം അപ്പൻഡിക്സ് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിയേ, ഇതേ പിന്ന അല്ലെ, ഇയറിന്റെ ബാക്കിലുള്ള പിന്ന അല്ലെ. അതുപോലെ തന്നെ ഇയർ മസിൽസ്. ഓക്കെ, നമ്മുടെ ടോൺസിൽസ് അല്ലെ. ഈ പോർഷൻ നമ്മുടെ തൊണ്ടയുടെ അകത്ത് ഈ പോർഷൻ കാണില്ലേ? ഓക്കെ, അതാണ് ടോൺസിൽസ് എന്ന് പറയുന്നത്. മെയിൽസിനുള്ള നിപ്പിൾസ്. ഓക്കെ, നമ്മുടെ കോക്കിക്സ്, ഈ സാധനത്തിൽ കാണുന്ന കോക്കിക്സ്. ഓക്കെ, പിന്നെ ബോഡി ഹെയേഴ്സ്, അപ്പൻഡിക്സിന്റെ താഴെ കാണുന്ന ആ സ്റ്റാർച്ച് അല്ലെങ്കിൽ നമ്മുടെ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. ഓക്കെ, സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പൻഡിക്സ്. പിന്നെ നമ്മുടെ വിസ്ഡം ടീത്ത് അല്ലെ. നമുക്ക് അവസാനം ഒരു 18 തൊട്ട് 25 വയസ്സിന് വരെയ്ക്ക് അകത്ത് വരുന്നതാണ് ഇത് വിസ്ഡം ടീത്ത്. 18 to 25 ഇയേഴ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ. ഓക്കെ, ഇനി നമ്മുടെ പ്ലീക്ക സെമിലൂണാരിസ്. ഓക്കെ, പീക്ക സെമിലൂണാരിസ് എന്ന് പറയും. ഓക്കെ, അത് ഓക്കെ, ഇതൊന്നും എന്താണ് നമുക്ക് ഇപ്പൊ ആവശ്യമില്ലാത്തതാണ്, പക്ഷെ നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് മുന്നേ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എടാ മുന്നേ എന്തായിരുന്നു ഇത് ആവശ്യം ഉണ്ടായിരുന്നു, നമുക്ക് ഉപയോഗമുള്ളത്. അപ്പൊ സെല്ലുലോസ് ഒക്കെ. ഓക്കെ, പണ്ട് സെല്ലുലോസ്, അതായത് നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് കഴിക്കുന്ന സമയത്ത് നമ്മളല്ല. ഓക്കെ, ആൻസിസ്റ്റേഴ്സിന്റെ കേസിലാണ് പറയുന്നത്. ഡയറക്റ്റ് പ്ലാന്റ് കഴിക്കുന്ന സമയത്ത് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൻഡിക്സ് വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പ്ലാന്റ് ഡയറക്റ്റ് കഴിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? ഇതും ഡൈവേർജന്റ് ആണ് അല്ലെ കാണിക്കുന്നത്. ഡൈവേർജന്റ് എവല്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവർക്കുള്ള ഓർഗൻസ് നമുക്ക് ഉണ്ടായത് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോവാണെങ്കിൽ ഓക്കെ, അറ്റാവിസം. ഓക്കെ, അറ്റാവിസം ഓർ റീവേർഷൻ എന്ന് പറയും. ഓക്കെ, ഇതെന്താ സംഭവം എന്നറിയോ? സഡൻ റീഅപ്പിയറൻസ് ഓഫ് സം ആൻസിസ്ട്രൽ ഫീച്ചേഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു 4 തലമുറയ്ക്ക് മുന്നേ ഓക്കെ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, എനിത്തിങ് കുറേ ബോഡി ഹെയർസ് ഉണ്ടായിരുന്നു സപ്പോസ് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതായത് ഒരു 4 തലമുറയ്ക്ക് മുന്നേ, നമ്മുടെ ഒരു 4 തലമുറയ്ക്ക് മുന്നേ എന്താണ് അവരുടെ ബോഡിയിൽ കുറേ ബോഡി ഹെയർസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ആ 4 തലമുറ കഴിഞ്ഞ് രണ്ടാമത്തെ തലമുറ ആകുമ്പോഴേക്കും ആ ബോഡി ഹെയർസ് ഏകദേശം എല്ലാം പോയി. ഓക്കെ, ഒട്ടും ബോഡി ഹെയർസ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, 4ാമത്തെ തലമുറയുടെ കേസിൽ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ 4ാമത്തെ തലമുറ ഓക്കെ ഇനി വരുന്നതല്ല കേട്ടോ, മുന്നേ ഉള്ള തലമുറ കേട്ടോ, മുന്നേ ഉള്ളതാണേ പറയുന്നത്. നിങ്ങൾക്ക് മുന്നേ ഉള്ള 4 തലമുറകൾക്ക് മുന്നേ ഓക്കെ ഇഷ്ടം പോലെ ബോഡി ഹെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അവരെ ഇഷ്ടം പോലെ ബോഡി ഹെയർസ് ഉള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു, അവരുടെ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങളുടെ കാലഘട്ടത്തിന് 2 കാലഘട്ടം മുന്നേ ഓക്കെ
അതായത് അവരുടെ കാലഘട്ടം കഴിഞ്ഞ് 2 കാലഘട്ടം കഴിഞ്ഞിട്ട്. ഓക്കെ, ബോഡി ഹെയർസ് ഒട്ടുമില്ല. ഓക്കെ, ബോഡി ഹെയർസ് ഒട്ടുമില്ല. ഓക്കെ, ഒട്ടുമില്ല ഇവർക്കുണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ്. അതായത് നമുക്ക് 4 തലമുറകൾക്ക് മുന്നേ ബോഡി ഹെയർസ് ഉണ്ടായിരുന്നു. 2 തലമുറയ്ക്ക് ആയപ്പോൾ ബോഡി ഹെയർസ് ഒട്ടും ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, വീണ്ടും നമ്മുടെ തലമുറയായപ്പോൾ, വീണ്ടും നിങ്ങളുടെ തലമുറയായപ്പോൾ, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ പിന്നെ എന്ത് വരികയാണ്? ബോഡി ഹെയർസ് വരികയാണ്. ഓക്കെ, ബോഡി ഹെയർസ് വരികയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റിവേർഷൻ അല്ലെങ്കിൽ എന്ത് പറയുന്നത്? അറ്റവിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ആൻസിസ്റ്റേഴ്സ്, ഒരുപാട് പഴയ ആൻസിസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നുള്ള ആൻസിസ്റ്റേഴ്സിന് ഇല്ല. ഓക്കെ, പിന്നെ വീണ്ടും പെട്ടെന്ന് വരുവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നോക്കിയേ, സഡൻ റീഅപ്പിയറൻസ് അല്ലെ, പെട്ടെന്ന് റീഅപ്പിയർ ചെയ്യുവാണ്. ഓക്കെ, എന്തൊക്കെയാണെന്നറിയോ? തിക് ബോഡി ഹെയർസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിക്കായിട്ട് ബോഡി ഹെയർസ് വരികയാണ്. ലാർജ് കനൈൻസ് വരികയാണ്. നമുക്കറിയാം അല്ലെ, ഇങ്ങനെ ടിയർ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല നീണ്ടത്തിലുള്ള പല്ല് വരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, കടിച്ചെടുക്കാൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മോൺസ്ട്രൽ ഫേസ് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സാധാ ഫേസിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ ടെയിൽസ് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ട്രാ നിപ്പിൾസ്. യൂഷ്വലി നമുക്ക് ഹ്യൂമൻസിനുള്ളതിൽ വെച്ച്, ഹ്യൂമൻസിന് നമുക്കറിയാം 2 നിപ്പിൾസ് ആണ് ഉള്ളത്. അതിലും എക്സ്ട്രാ വരുവാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനെയൊക്കെ നമുക്ക് ഏത് പറയാം? അറ്റവിസം അല്ലെങ്കിൽ റിവേർഷൻ എന്ന് പറയാം. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് അല്ലെ. ഇനി എവിഡൻസ് ഫ്രം എംബ്രിയോളജി. എംബ്രിയോളജിയുടെ എവിഡൻസ് എന്താന്ന് നോക്കുവാണെങ്കിൽ, എംബ്രിയോസ് ഫ്രം ഫിഷ് ടു മാമൽ ആർ സിമിലർ ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫിഷിൽ നിന്ന് മാമൽ വരെ എടുക്കുന്ന സമയത്ത് എന്താണ്? ഏർലി സ്റ്റേജസിൽ അവരുടെ എല്ലാവരുടെയും എന്താണ്? സിമിലർ ആയിട്ടുള്ള എംബ്രിയോസ് ആണ്. ഓക്കെ, മാമലിന്റെ കേസ് ആണെങ്കിലും ഫിഷിന്റെ കേസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫിഷ് തൊട്ട് മാമൽ വരെയുള്ള ഏതിന്റെ കേസ് ആണെങ്കിലും എല്ലാവർക്കും എന്താണ്? ഒരേപോലെയാണ് എംബ്രിയോ ഏർലി സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. ഓക്കെ, എപ്പോഴേ വ്യത്യാസം വരുന്നുള്ളൂ? ലേറ്റർ സ്റ്റേറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ എംബ്രിയോളജിയിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഏകദേശം എല്ലാവരും ഒരേപോലെയാണ്, ഒരേ ആൻസിസ്റ്റേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് എവല്യൂഷൻ എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ബയോജനറ്റിക് ലോ ഓർ റീക്യാപിറ്റുലേഷൻ തിയറി ബൈ ഏർണസ്റ്റ് ഹെക്കൽ. ഓക്കെ, ഏർണസ്റ്റ് ഹെക്കലിന്റെ ബയോജനറ്റിക് ലോ അല്ലെങ്കിൽ റീക്യാപിറ്റുലേഷൻ തിയറി എന്താ പറയുന്നത്? ഇത് തന്നെയാണ് പറയുന്നത്. എംബ്രിയോളജിയുടെ എവിഡൻസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബയോജനറ്റിക് ലോ അല്ലെങ്കിൽ റീക്യാപിറ്റുലേഷൻ തിയറി എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഹെക്കലിന്റെ ആണ്. എംബ്രിയോളജിയെ കുറിച്ച് അല്ലെങ്കിൽ എംബ്രിയോളജിയുടെ എവിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതൊന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഇനി സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി എവിഡൻസ് ഫ്രം പാലിയോntology അല്ലെ. പാലിയോntology എന്താണ്? നമുക്കറിയാം, ഫോസിൽസിന്റെ സ്റ്റഡിയാണ് അല്ലെ. ഫോസിൽസിന്റെ സ്റ്റഡിയാണ് എന്ത്? പാലിയോntology അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആർക്കിയോപ്റ്റെറിസ് അല്ലെ. ആർക്കിയോപ്റ്റെറിസിന്റെ ഫോസിൽ ആണ് നമ്മുടെ ഓൾഡസ്റ്റ് നോൺ ബേർഡ് ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾഡസ്റ്റ് നോൺ ബേർഡ് ഫോസിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കിയോപ്റ്റെറിസ് ഫോസിൽ ആണ്. ഓക്കെ, അത് ഒരു ജുറാസിക് പീരീഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ടൈപ്പ് എന്താണ്? ഫോസിൽ ആണ്. ഓക്കെ, ഇനി ഇതെന്താ കാണിക്കുന്നത് അറിയോ? ഇറ്റ് ഇസ് എ കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്നുള്ള ഒരു കണക്ടിങ് ലിങ്ക് നമുക്ക് തരുന്ന ഒരു ഫോസിൽ ആണ് ഏത്? ഈ പറയുന്ന നമ്മുടെ ആർക്കിയോപ്റ്റെറിസിന്റെ ഫോസിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏകദേശം എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് വരുന്നതടാ, നമ്മുടെ ആർക്കിയോപ്റ്റെറിസിന്റെ ഫോസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്നുള്ള, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് എവല്യൂഷൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2-3 തിയറീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ലാമാർക്കിസം. ഓക്കെ, ലാമാർക്കിസം നമുക്കറിയാം, ജെയിൻ ബാപ്റ്റൈസ് ഡി ലാമാർക്ക് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ലാമാർക്കിസം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഫിലോസഫിക് സുവോളജി. ഓക്കെ, ഫിലോസഫിക് സുവോളജിക്കാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക്. ഓക്കെ, അദ്ദേഹം കൊണ്ടുവന്നതാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലെ. നമുക്കറിയാം, ഈ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്താണ്? ഒരു വ്യക്തി അല്ലെ, അദ്ദേഹം അക്വയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെ, അദ്ദേഹം നേടിയെടുക്കുന്ന ഒരു ക്യാരക്ടർ, ഇൻഹെറിറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ക്യാരക്ടർ അല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു ക്യാരക്ടർ പിന്നെയും ആരിലേക്ക് പോകുന്ന പറയുന്നത്? ഓഫ് സ്പ്രിങ്സിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ ഈ ജീവിതത്തിൽ
നേടിയെടുക്കുന്ന എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ പിന്നെ എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്, നിങ്ങളുടെ ഓഫ് സ്പ്രിങ്സിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് തിയറിയാണ് അത് പറയുന്നത്? ലാമാർക്കിന്റെ തിയറിയാണ് പറയുന്നത്. ഓക്കെ, ലാമാർക്കിസം ആണ് അത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജിറാഫിന്റെ കേസിൽ അല്ലെ, ആദ്യം അവർ വളരെ ഷോർട്ടായിരുന്നു, പിന്നീട് അവർ ഈ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് അവർ സ്ട്രെച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ എന്ത് തന്നെ സംഭവിച്ചു? ഗ്രാജുവലി അത് അവരെ സ്ട്രെച്ച്ഡ് നെക്കായിട്ട് തന്നെ മാറി തുടങ്ങി. ഓക്കെ, കിട്ടിയോ? ഇനി ഇവിടെ വേറൊരു ചെറിയ സാധനമുണ്ട്, വിൻസ്മാൻസ് എക്സ്പെരിമെന്റ് എന്ന് പറയും. ഓക്കെ, വൈസ്മാൻസ് എക്സ്പെരിമെന്റ്സിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമാർക്കിന്റെ തിയറി തെറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, വെയ്സ്മാൻസ് എക്സ്പെരിമെന്റിൽ എന്താ പറയുന്നത്? ലാമാർക്കിന്റെ തിയറി തെറ്റാണെന്നാ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിസപ്രൂവ്സ് ലാമാർക്സ് തിയറി. ഓക്കെ, കാരണം എന്താണെന്നറിയോ? അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ്ലി മൈസില്ലേ, ഓക്കെ, നമ്മുടെ റാറ്റിന്റെ വാല് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂസ്ലി അവർ എന്ത് ചെയ്യിപ്പിച്ചു? മേറ്റ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഓഫ് സ്പ്രിങ്സ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഹി റിപ്പീറ്റഡ് ദിസ് ഫോർ 22 ജനറേഷൻ, 22 ജനറേഷൻ അവർ ഇത് ക്യാരി ചെയ്ത് നോക്കി. ഓക്കെ, അതായത് ഈ പറയുന്ന ടെയിൽ വെട്ടിക്കളഞ്ഞിട്ട് നോക്കി. ഓക്കെ, പക്ഷെ എന്ത് ചെയ്തില്ല, ഇത് വീണ്ടും ഈ പറയുന്ന പോലെ ടെയിലോട് കൂടെ തന്നെയാണ് മൈസ് വന്നത്. ടെയിൽ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടെയിൽഡ് ആയിട്ട് വയസ്സ് വന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അക്വയർ ചെയ്ത ഒരു ക്യാരക്ടർ നമ്മുടെ ഓഫ് സ്പ്രിങ്സിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വന്നേനെ? മൈസിന് ഒരു ഷോർട്ട് ആയിട്ടുള്ള ടെയിൽ വന്നേനെ അല്ലെ? പക്ഷെ വന്നില്ല. ഓക്കെ, അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ത് ഇല്ല, ട്രാൻസ്ഫർ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ലാമാർക്കിസം തിയറി ബേസിൽ ഈ പറയുന്ന പോലെ നമുക്ക് ജിറാഫിനെയൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അത് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതിലോട്ട് പോവാണെങ്കിൽ ഡാർവിനിസം അല്ലെ, ഡാർവിന്റെ നമുക്കറിയാം 1859 സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ഡാർവിനിസം. നമുക്ക് ആരാ കൊണ്ടുവന്നേ? നമുക്കറിയാം, ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇനി ഡാർവിൻ വിസിറ്റഡ്, ശ്രദ്ധിക്കണം കേട്ടോ, ഗാലാപഗോസ് ഐസ്ലാൻഡ് ആൻഡ് പസഫിക് ഐലൻഡ് ഇൻ ദ ഷിപ്പ് HM ബീഗിൾ. ഓക്കെ, HM ബീഗിളിൽ അദ്ദേഹം ഈ പറയുന്ന 2 ഐലൻഡും സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് അദ്ദേഹം കുറെ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാർവിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് നമ്മൾ പറയുവാണെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ അല്ലെ, അതായത് ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നോർമൽ ഇപ്പോൾ ഒരു ഫിഷിന്റെ കേസ് ആണെങ്കിലും ഒരു മൈസിന്റെ കേസ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ റാറ്റിന്റെ കേസ് ഒക്കെ ആണെങ്കിലും അവർക്ക് അഡൽട്ട്ഹുഡിലോട്ട് എത്താനുള്ള ഓഫ് സ്പ്രിങ്സിനേക്കാൾ കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് ഡാർവിന്റെ ഒരു ഫൈൻഡിങ്സ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് സ്ട്രഗിൾ നടക്കുന്നുണ്ട് അല്ലെ. ഈ ഓവർ പ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് എസ്പെഷ്യലി അല്ലെ, ഓവർ പ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് ഈ പറയുന്ന കുറേ എണ്ണത്തിൽ അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും ഓഫ് സ്പ്രിങ്സിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ, ഇവിടെ നോക്കിയാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഓർ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും. ആ സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ജനറേഷൻ ഉണ്ടാക്കുള്ളൂ അല്ലെ. ആ സാഹചര്യമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവര് എന്ത് ചെയ്യും? മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, അതൊക്കെ എന്താണ്? ഡാർവിന്റെ തിയറി. അല്ലെങ്കിൽ വേരിയേഷൻസ് അല്ലെ, അതായത് ഓട്ടോമാറ്റിക്കലി ആ നാച്ചുറൽ കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ ആരാ പറഞ്ഞത്? ഡാർവിൻ ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് മേയർ ആണ് കേട്ടോ. ഏണസ്റ്റ് മേയർ ഇസ് നോൺ ആസ് ദ ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി. അതുപോലെ തന്നെ ആൽഫ്രഡ് റുസൽ വാലസ്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി ടു ചാൾസ് ഡാർവിൻ ആണ്. ചാൾസ് ഡാർവിന്റെ കണ്ടംപററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായ ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടംപററി എന്ന് പറയുന്നത്. ഓക്കെ, who came to the same conclusion in the matter of organic evolution. ഓക്കെ, ഓർഗാനിക് എവല്യൂഷന്റെ കേസിൽ രണ്ടുപേരും, ഡാർവിൻ ആണെങ്കിലും ആൽഫ്രഡ് റസൽ ആണെങ്കിലും രണ്ടുപേരും എന്താണ്? ഒരേ കൺക്ലൂഷനിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും നാച്ചുറൽ സെലക്ഷനും ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മള് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒക്കെ നിങ്ങൾ അറിയാമായിരിക്കും, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക? നോക്കി പോവാം. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കണ്ട, പക്ഷെ എന്ത് ചെയ്യുക? അറിഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഒറിജിൻ ഓഫ് ലൈഫ് ശ്രദ്ധിക്കണം കേട്ടോ. ഒറിജിൻ ഓഫ് ലൈഫ് ആരുടെ ആയിരുന്നു? ഒപ്പാരന്റെ ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്താ നോക്കണേ നിങ്ങൾ? അത് കാണിക്കാൻ വേണ്ടി ഞാൻ ബാക്കിലോട്ട് പോയതാ. ഇവിടെ
ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. ഓക്കെ, ഒറിജിൻ ഓഫ് ലൈഫും ഒറിജിൻ ഓഫ് സ്പീഷീസും രണ്ടും മാറിപ്പോരുത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് ഒറിജിൻ ഓഫ് ലൈഫ്, ഇപ്പൊ പഠിക്കുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസ്. രണ്ടും രണ്ടാളുകളുടെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആണ്. അടുത്ത എന്താ പഠിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക. ഓക്കെ, ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ശരി, അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് പഠിക്കാം. ഓക്കെ, ബൈ ബൈ.